സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരിയുടെ ഭാര്യ സഹോദരനാണ് യുണൈറ്റഡ് ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസ് എംഡി. ഇ കെ നായനാരുടെ കൊച്ചുമകൻ സൂരജ് രവീന്ദ്രൻ കിൻഫ്ര വീഡിയോ പാർക്കിന്റെ എംഡി. ആനത്തലവട്ടം ആനന്ദന്റെ മകൻ ജീവ ആനന്ദ് കിൻഫ്ര അപ്പാരൽ പാർക്കിന്റെ എംഡി. സിപിഎം സംസ്ഥാന സമിതി അംഗം കോലിയക്കോട്ട് കൃഷ്ണൻ നായരുടെ മകൻ ടി ഉണ്ണികൃഷ്ണൻ കിൻഫ്രയുടെ ജനറൽ മാനേജർ. എം ലോറൻസിന്റെ ബന്ധു എം ഡി ജോസ്മോൻ കൊച്ചിൻ ഇന്റർനാഷണൽ കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷന്റെ ജനറൽ മാനേജർ. കെ വരദരാജന്റെ മകൻ ശരത് വി രാജ് മറ്റൊരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ സിഇഒ. ഇടതു യൂണിയൻ നേതാവ് പ്രസാദ് മാത്യു ട്രാക്കോ കേബിൾ കമ്പനി എംഡി. സർവകലാശാലകളിലെ അധ്യാപക നിയമനങ്ങളിലും സിപിഎം നേതാക്കളുടെ ഭാര്യമാർക്കാണ് മുന്തിയ പരിഗണന. 250 യോഗ്യരായവരെ മറികടന്ന് ദേവസ്വം ബോർഡിന് കീഴിലുള്ള കോളേജിൽ നിയമനം നേടിയതും ഒരു സിപിഎം നേതാവിന്റെ ഭാര്യ തന്നെ. സിപിഎം നേതാക്കളുടെ ബന്ധുനിയമന പട്ടിക ഒറ്റ വീർപ്പിന് വായിച്ചു തീർക്കാവുന്ന ഒന്നല്ല. ശമ്പളം വാങ്ങുന്നില്ലെങ്കിലും കാറും ബത്തയുമൊക്കെയായി 5 ഉപദേഷ്ടാക്കളുണ്ട് മുഖ്യമന്ത്രിക്ക് ചുറ്റും. 1 ലക്ഷം രൂപ വരെ ശമ്പളം വാങ്ങുന്ന ഉപദേഷ്ടാക്കളുമുണ്ട്. ഇത്രയേറെ ഉപദേഷ്ടാക്കൾ ചുറ്റുമുണ്ടായിട്ടും സ്വന്തം വകുപ്പിലെ അഴിമതിയും കള്ളക്കടത്തും കണ്ടെത്താൻ മാത്രം മുഖ്യമന്ത്രിക്ക് സാധിച്ചില്ല. കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ വീട്ടുജോലിക്ക് മാത്രം 11 പേരുണ്ട്. ഇതൊക്കെ പിൻവാതിൽ നിയമനങ്ങളുമാണ്. മുഖ്യമന്ത്രിയുടെ IT ഫെലോ എന്നൊരു തസ്തികയുണ്ടാക്കി നിയമിക്കപ്പെട്ട അരുൺ ബാലചന്ദ്രൻ മുഖ്യമന്ത്രിയുടെ ഇരട്ട സെക്രട്ടറിയും നിഴലുമായിരുന്ന ശിവശങ്കറിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നു. വിദേശയാത്രകൾ നടത്തി ഈ 2 IT പ്രമുഖരും പ്രളയകാലത്ത് സർക്കാരിന് ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടാക്കിയത്. ആദ്യം ബന്ധു ആരെന്ന് നിശ്ചയിക്കും, പിന്നെ അയാളുടെ യോഗ്യത നോക്കും. ആ യോഗ്യതയ്ക്കനുസരിച്ച് തസ്തികയുടെ യോഗ്യത മാറ്റും. മന്ത്രി ഇ.പി. ജയരാജൻ തുടങ്ങുകയും മന്ത്രി കെ.ടി. ജലീൽ തുടരുകയും ചെയ്ത ഈ വിദ്യ തന്നെയാണ് പല വകുപ്പുകളിലുമായി പിന്നീട് പരീക്ഷിച്ചത്. തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ദീപു പി നായരുടെ അടുത്ത ബന്ധു സുകേഷ് ആർ പിള്ളയ്ക്ക് വ്യവസായ വകുപ്പിന്റെ കീഴിലെ പൊതുമേഖലാ സ്ഥാപനത്തിൽ കേട്ടുകേൾവി പോലുമില്ലാത്ത തസ്തികയിലാണ് സ്ഥിര നിയമനം നൽകിയത്. മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയുടെ സ്റ്റാഫിന്റെ ഭാര്യയും കടകംപള്ളിയുടെ മകനുമൊക്കെ ഇങ്ങനെ സ്ഥിരം നിയമനം നേടി സുരക്ഷിതരായി. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് കൈകാര്യം ചെയ്യുന്നവർ വരെ സർക്കാർ സർവീസിൽ സ്ഥിരപ്പെടുമ്പോഴാണ് അന്തിപ്പാതിര നേരങ്ങളിൽ ഉറക്കമിളച്ചു പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ കയറിയ ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ കൂലിയും വേലയുമില്ലാതെ തെരുവിലൂടെ അലഞ്ഞു തിരിയുന്നത്. കഴിഞ്ഞ 4 വർഷത്തിനിടെ IT വകുപ്പിൽ മാത്രം നടന്നത് 187 അനധികൃത നിയമനങ്ങളാണ്. 51 പേരെയാണ് സീഡിറ്റിൽ പിൻവാതിലിലൂടെ നിയമിച്ചത്. ഇതിലെ 12 പേർ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ നോക്കാൻ മാത്രമുള്ളവർ. ചട്ടങ്ങളോ നിബന്ധനകളോ പാലിക്കാതെ പാർട്ടി അനുഭാവികളും പാർശ്വവർത്തികളുമൊക്കെയാണ് ഈ വിധം നിയമിക്കപ്പെടുന്നത്. 30,000 രൂപ മുതൽ മുകളിലോട്ടാണ് ഇവരുടെ ശമ്പളത്തിന്റെ തോത്. 1 ലക്ഷത്തിലേറെ ശമ്പളം നൽകിയാണ് IT വകുപ്പിന് കീഴിൽ പുതിയ തസ്തികകൾ സൃഷ്ടിച്ച് ആളെ എടുത്തത്. സീഡിറ്റ് ഡയറക്ടറായ സിപിഎം നേതാവ് TN സീമയുടെ ഭർത്താവ് ജി ജയരാജിന്റെ നേതൃത്വത്തിലാണ് ഈ നിയമനങ്ങൾ. സർക്കാർ ജോലി വേണമെങ്കിൽ മിനിമം മന്ത്രിബന്ധുവോ പാർട്ടിക്കാരനോ ആവണമെന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. സിവിൽ പോലീസ് റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടെ എത്രയോ യുവാക്കളുടെ തൊഴിൽ പ്രതീക്ഷകളെ അട്ടിമറിച്ചുകൊണ്ടാണ് ഈ കൊടുംചതികൾ പകൽ വെളിച്ചം പോലെ അരങ്ങേറുന്നത്. വിപ്ലവ പാർട്ടികളുടെ വിദ്യാർത്ഥി യുവജന നേതാക്കൾക്ക് ഇതൊന്നും നോക്കാൻ നേരമില്ല. TV ചാനലുകൾ കയറിയിറങ്ങി സർക്കാരിന്റെ കള്ളത്തരങ്ങൾ ന്യായീകരിച്ച് ജനങ്ങൾക്ക് മുമ്പിൽ വെറും വഷളന്മാരായി നാണം കെടാനാണ് ഇപ്പോഴത്തെ അവരുടെ യോഗം. കള്ളികൾ വെളിച്ചത്താകുമ്പോൾ എല്ലാം ഉദ്യോഗസ്ഥരുടെ തലയിലിട്ട് തടിയൂരാനാണ് മുഖ്യമന്ത്രി നോക്കുന്നത്. ഞാനൊന്നും അറിഞ്ഞില്ലേ എന്നാണ് ഭാവം. പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധമില്ലാത്ത ഒരേ ഒരാൾ ഇപ്പോൾ മുഖ്യമന്ത്രി മാത്രമായിരിക്കുന്നു. കാര്യങ്ങളുടെ പോക്ക് ഇനിയും ഇങ്ങനെ തന്നെയെങ്കിൽ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ ചുടുകണ്ണീരിൽ ചാമ്പലാകും ഈ ഭരണം.